എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം 1.5 മാസമൊക്കെ ലോങ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ. നമ്മൾ ഷാർജയിലോട്ട് മൂവ് ചെയ്തു. കോർഫക്കാനിൽ നിന്ന് ഷാർജയിലോട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ 1.5 മാസമൊക്കെ ആയി. നമ്മളെ ആരും അങ്ങനെ തിരക്കാത്തതുകൊണ്ട് തന്നെ ആരോടും പറയേണ്ടിയും വന്നില്ല, ആരും ഒന്നും ചോദിച്ചതും ഇല്ല. സന്തോഷം. അങ്ങനെ നമ്മളിവിടെ വന്നു. അപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡായിട്ട് നമ്മൾ ചെറിയൊരു ഗെറ്റ് ടുഗദർ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഒരു ഫാമിലിയിലെ കുഞ്ഞു മോനും ചേട്ടൻ്റെ വൈഫും നാട്ടിൽ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊണ്ട് കൂടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളാണ് ആദ്യം ചെന്നത്. നമുക്ക് നടന്ന് ചെല്ലാനുള്ള ദൂരമേ ഉള്ളായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത വീട്ടിലേക്ക് നടന്ന് ചെല്ലാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ആദിക്കുട്ടിൻ്റെ ഫേവററ്റാണ് ചിക്കു അങ്കിൾ, അതായത് വിവേക് ചേട്ടൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കണ്ണൻ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് കൂടിയത്. ആദിക്ക് അങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് എന്തായാലും ആദിക്കൊരു ഫ്രണ്ടിനെയും കൂടെ കിട്ടി. സാധാരണ ഞങ്ങളിങ്ങനെ കൂടുമ്പം ആദിയെ നമ്മൾ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ആദിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. ആദ്യക്കള 1 വയസ്സിന് ഇളയതാണ് ആ മോന്. പക്ഷേ എന്നാലും ആദ്യമായിട്ട് കളിച്ചു കേട്ടോ. കണ്ടാൽ പറയത്തില്ല 1 വയസ്സിന് ഇളയതാണെന്നൊക്കെ. അങ്ങനെ വിവേക് അങ്കിള് ആദിക്കും പിന്നെ നീരവിനും, മോൻ്റെ പേര് നീരവ് എന്നാണ്, 2 പേർക്കും കൂടെ നഗ്ഗറ്റ്സും ഫ്രൈസും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് 2 പേരും ഹാപ്പി ആയി കേട്ടോ. നഗ്ഗറ്റ്സും ഫ്രൈസും ഒക്കെ കഴിച്ച് 2 പേരും കളിച്ചും കഥ പറഞ്ഞൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അവർ ബെഡ്റൂമിൽ പോയിന്ന് ഭയങ്കര കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും വളരെ ഹാപ്പിയായി ആദ്യമാണെങ്കിലും ആ മോനാണെങ്കിലും. കാരണം എത്രയൊക്കെ നമ്മൾ കളിപ്പിച്ചു എന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ പ്രായക്കാരെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ 2 പേരും കൂടെ നന്നായിട്ട് അങ്കിളുമാരെ എല്ലാം നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് പുറത്തുനിന്നായിരുന്നു. പൊറോട്ടയും അപ്പവും ചിക്കൻ കറിയും ബീഫ് കറിയും ബീഫ് ഫ്രൈയും പിന്നെ വേറെ ഏതാണ്ടൊക്കെ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എടുത്തതാണ് എനിക്ക് ഓർമ്മയുള്ളത്. നല്ല അപ്പവും പൊറോട്ടയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ചൊക്കെ നമ്മൾ ഏകദേശം പിരിഞ്ഞപ്പോഴത്തേക്ക് 2, 2:30, 3 മണിയൊക്കെ ആയി കേട്ടോ. നമുക്ക് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവിടെ നടന്നാണ് വന്നത്. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പിരിഞ്ഞു കേട്ടോ. Hi, this is Ashwini Rashmi. Please follow, like button, follow, subscribe and like button. ഞങ്ങളവിടെ 3 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. 3 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. ഒരു 3:30 ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല ഒരു രസമുള്ള ദിവസമായിരുന്നു. അപ്പോൾ നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ് കാറിൽ കൊണ്ടുപോകണമെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 സ്ട്രീറ്റിനപ്പുറമാണ് ഈ നമ്മുടെ ചേട്ടൻ്റെ വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും കൂടെ ലേറ്റ് ആവത്തില്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിടേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ നടന്നിറങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആദിക്കുട്ടനും നീരവൂടെ അങ്ങോട്ടും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞു. ഞങ്ങൾ 3 പേര്, ഞാനും ആദിക്കുട്ടനും ചേട്ടനും കൂടെ പതുക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കാർ പാർക്കിങ്ങിൽ വന്നാട്ടോ ഇറങ്ങി. അതുകൊണ്ട് നടന്ന് ഇതിലേക്കൂടെ ഇറങ്ങി. അങ്ങനെ നല്ലൊരു ദിവസം, നല്ലൊരു രാത്രി നമ്മൾ എൻജോയ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതിങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോവാട്ടോ. 3-3:30 സമയം എന്ന് ആലോചിച്ചു രാത്രിയിൽ. അങ്ങനെ അവരും അപ്പോഴത്തേക്ക് അവരും എല്ലാവരും ഇറങ്ങി പോവാണ്. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണ്, എന്ത് ശാന്തതയാണ്, നമുക്ക് എന്ത് ഫ്രീ ആണ് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടല്ലേ, ആ ഒരു ഫ്രീഡം നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3 കൂടെ തിരിച്ച് വീട്ടിൽ വന്നു. ലിഫ്റ്റിലൊക്കെ കയറി നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. വീണ്ടും എപ്പോഴെങ്കിലും വീഡിയോ ആയിട്ട് വരാം. ബൈ.